ഒരു സ്ത്രീ ആയതുകൊണ്ടും കൂടെ ആരും ഇല്ലാത്തതിന്റെ പേരിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു രാഷ്ട്രീയ പ്രതിനിധി ഇല്ലാത്തതിന്റെ പേരിലായിരിക്കും ഇത്രയും അവഗണന ഞാൻ സഹിക്കേണ്ടി വന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരാൾ കൂടെ പല മീറ്റിങ്ങുകളിലും ഞാൻ പോകുമ്പോഴും അവിടുന്ന് ഞാൻ ഒരുപാട് അവഗണന, ഈ ഒരു സത്താർ മാഷ പേരും പറഞ്ഞിട്ട് ഒരുപാട് അവഗണന ഞാൻ സഹിച്ചേണ്ടിട്ടുണ്ട്, ഒരുപാട് അവഗണന. അപ്പൊ എനിക്ക് എൻ്റെ കൂടെ നിൽക്കാൻ ഒരാളും ഇല്ലാത്തതിന്റെ പേരിൽ ഒരുപാട് ഉപദ്രവങ്ങൾ ഞാൻ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് അറിയാം. അതാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇരുമ്പളം ഗ്രാമപഞ്ചായത്തിൽ 1-ാം വാർഡ് മെമ്പറും പിന്നെ ഇരുമ്പളം ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമക്കാര സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും കൂടി ആയിരുന്നു. ഇന്ന് ഞാൻ ആ സംഭവം രാജിവെക്കാനുണ്ടായ കാരണം, ഞാൻ പല തവണ പല പ്രശ്നത്തിലും എന്നെ ഒരാൾ, ഈ പാർട്ടിയിൽപ്പെട്ട സത്താർ മാഷ് പറഞ്ഞ ഒരാൾ എന്നെ മാനസികമായിട്ട് ഒരുപാട് തവണ പീഡിപ്പിച്ചിട്ടുണ്ട്. എന്താ വിചാരിച്ചാൽ ഞാനൊരു പിന്നെ ജോലിക്ക് പോയിരുന്നു, സ്വയം ഒരു ജോലിക്ക് 7 മണി മുതൽ 11 മണി വരെ ഒരു ജോലിക്ക് ഞാൻ വട്ടപ്പറമ്പിൻ്റെ മുകളിൽ ഒരു കോഴി ഫാമിൽ പോയിരുന്നു. അവിടുന്ന് അയാളോട് പറഞ്ഞിട്ട് എൻ്റെ ജോലി അവിടെ നിന്നും കളഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ മോള് എന്നെ ഇവിടെ സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ എൻ്റെ മോൾക്ക് ആക്കിയിരുന്നു പെൻഷന്. അപ്പോൾ ഈ സ്ഥാനം കഴിഞ്ഞാൽ എനിക്ക് തന്നെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണത് മോളെ പേർക്ക് ആക്കിയത്. അപ്പോൾ അത് മോള് കൊടുക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം തിരുവോണത്തിൻ്റെ തലേന്ന് പെൻഷൻ കിട്ടുന്നത്. പെൻഷൻ കിട്ടിയപ്പോൾ 7 SC കുടുംബങ്ങളിലൊരു വാർഡാണ് എൻ്റെ വാർഡ്. അപ്പോൾ അവർക്ക് തിരുവോണം കഴിക്കാൻ കുറേ ആൾക്കാർ സ്വയം വിളിക്കൽ തുടത്തി. പെൻഷൻ കിട്ടിയ മെമ്പറെ ഞങ്ങൾക്ക് നാളെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ വിളിക്കൽ നടത്തിയപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, മോളെ വൈകുന്നേരം നമുക്കൊന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് കൊടുക്കുക, പറ്റുന്നവർ വന്നോട്ടെ, ബാക്കിയുള്ളവർക്ക് നമുക്ക് പിറ്റേ ദിവസം തന്നെ കൊടുക്കുക പറഞ്ഞിട്ട് മോൾ അന്ന് രാത്രി അവിടെ വന്നുങ്ങാണ്ട് കുറച്ച് ആൾക്കാർക്ക് പെൻഷൻ കൊടുത്തു. അത് പറ്റുന്നവർ മാത്രം വന്നാൽ മതി, അല്ലാത്തവരെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാമെന്ന്. അന്ന് രാത്രി പോലും അങ്ങനെ വീടുകളിൽ പോയിട്ട് 10-11 മണി വരെയും രാത്രി പെൻഷൻ കൊടുത്തിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നത്. അത് 2. പിന്നെ ഞാൻ ഈ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നെ ആക്കിയതിൽ മൂപ്പർക്ക് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. മൂപ്പർക്ക് അതിൽ നിന്നൊക്കെ എന്നെ സ്നേഹിക്കുന്ന കുറേ പാർട്ടി നേതാക്കന്മാരുണ്ടായിരുന്നു. അവരൊറ്റ ഇതിലാണ് എനിക്ക് ആ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കിടക്കുന്നത്. ആ കമ്മിറ്റിയിൽ മൂപ്പരായിരുന്നു അതിൻ്റെ 1-ാം സ്ഥാനത്ത് നിന്നിരുന്നത്. ഞാൻ ചെയർമാനാണല്ലോ ആ കമ്മിറ്റിയിലത്തെ ഒരു അംഗമായിരുന്നു. അവിടെ വരുമ്പോൾ പോലും അയാൾ എന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചിരുന്നു. വാനൊക്കെ എഴുതാൻ വെച്ചെങ്കിൽ ചെയ്തണ്ട, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് ഇതൊന്നും ഞാൻ ഒരാളോട് പോലും പറഞ്ഞിരുന്നില്ല. അന്ന് അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങിയത് ഇന്ന് ഈ നിമിഷം വരെ. പിന്നെ എൻ്റെ വാർഡിൽ കുറേ തൊഴിലാളിമാരുണ്ടായിരുന്നു, തൊഴിലുറപ്പ് തൊഴിലാളിമാരുണ്ടായിരുന്നു. ഞാൻ അവരിൽ ഒരാളായിട്ട് വന്ന ആളായിരുന്നു. എന്നിട്ടാണ് ഞാൻ ഇവിടെ മെമ്പറായിട്ടും ഒക്കെ പ്രവർത്തിക്കൽ തുടങ്ങിയത്. അപ്പം അവരും ഞാനും നല്ല അവരോട് വന്നിട്ട് ഞാൻ UDF ആളാണ്, ലീഗിൻ്റെ ആളാണ്, അവൾ വേറെ പാർട്ടിക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് അവരോട് പോലും തെറ്റിദ്ധരിപ്പിച്ച രീതിയിൽ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ. ഈ പെൻഷൻ എൻ്റെ മോളിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ എനിക്ക് ജോലി നഷ്ടപ്പെട്ടതിലുള്ള സങ്കടം, അവൾ കാശ് കട്ടെടുത്തിട്ടാണ് മെമ്പറെ പോയിന്നില്ല അപമാനം. ഒരു മെമ്പറായിരിക്കുന്ന സമയത്ത് ആ വാർഡിൽ നിന്നും ഒരുപാട് അപമാനം ഞാൻ സഹിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം. അന്ന് ഞാൻ ഭയങ്കരമായി സങ്കടപ്പെട്ടിട്ടൊരു കാര്യമുണ്ട്, എനിക്കിപ്പോഴും ഈ പാർട്ടി വിട്ടു പോരണമെന്ന് യാതൊരു താല്പര്യമില്ല. എനിക്ക് ഈ പാർട്ടി തന്നെ നിലനിൽക്കണം എന്നുണ്ട്. എനിക്ക് എൻ്റെ പാർട്ടിയിൽ എൻ്റെ വാർഡിൽ മത്സരിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോഴും മത്സരിക്കണം എന്നുണ്ട്. ഞാൻ ഇപ്പോൾ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നത് അവിടെ സത്താർ മാഷ് എന്ന 20-ാം വാർഡിൽ താമസിക്കുന്ന ഒരാളെ LDF സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയപ്പോൾ അവരെ നിർത്തേണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്താ വെച്ചാൽ ഇത്രയും മാനസികമായിട്ട് എന്നെ കാട്ടി ആ വാർഡിൽ അയാളെ നിർത്തുമ്പോൾ എനിക്ക് മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടില്ല. കാരണം സഖാക്കന്മാരോട് ഞാൻ പറയുന്നത് അവരെ നിർത്തേണ്ടെന്ന്. അവരെ നിർത്തിയതിനെ തുടർന്നാണ് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ഞാൻ ആ വാർഡിൽ നിന്നത്. അപ്പോൾ എന്നെ ആ ഇതിന് ഒഴിവാക്കുമെന്ന് പറഞ്ഞു സ്ഥാനത്തിൽ നിന്നും. എന്താ വിചാരിച്ചാൽ ഒരു LDF മെമ്പർക്കെതിരെ ഞാൻ മത്സരിക്കുമ്പോൾ എന്നെ പാർട്ടിയിൽ നിന്നും ഒഴിവാക്കുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സഖാക്കളെ, എന്നെ സ്നേഹിക്കുന്ന സഖാക്കളെ എന്നെ ഒഴിവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ രാജിവെക്കാൻ കാരണം. എനിക്ക് ഇപ്പോഴും പാർട്ടിയോട് നല്ല കൂറുണ്ട്, പാർട്ടിയിൽ നിൽക്കണം എന്ന് നല്ല താല്പര്യമുണ്ട്. പക്ഷെ എൻ്റെ സാഹചര്യം കൊണ്ടാണ് ഞാൻ ആ പാർട്ടിയിൽ നിന്ന് പോരേണ്ടി വന്നത്. അങ്ങനെ ഒരുപാട് മാനസിക പ്രശ്നം, ഒരുപാട് ഫണ്ടുകൾ എൻ്റെ വാർഡക്ക് എല്ലാ ഭാഗത്ത് എല്ലാ റോഡിലും നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു റോഡ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പറയട്ടെ, പറ്റണ പോലെ എൻ്റെ വാർഡക്ക് ഞാൻ വികസനം കൊടുന്നു വന്നിട്ടുണ്ട്. 10-48 വീട് ഞാൻ എൻ്റെ വാർഡക്ക് കൊടുന്നിട്ടുണ്ട്. പിന്നെ 67 വിധവാ പെൻഷൻ അവരൊരാൾ പോലും പഞ്ചായത്ത് പോയിട്ടോ അല്ലെങ്കിൽ ഡോക്ടറെടുത്ത് പോയിട്ടോ ഒരു പുനർവിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ
അവരെ ആധാർ കാർഡ് മേടിച്ച് ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒപ്പിടിയിച്ചിട്ടാണ് ഞാൻ അവരൊക്കെ പുനർവിവാഹം ഇല്ലാന്ന് പുതുക്കല്. അത്രയും ഞാൻ എൻ്റെ വാർഡിന് വേണ്ടിയിട്ട് MLA ഫണ്ട് അടക്കം ഞാൻ നിൽക്കുന്ന ഒരു പ്രതിനിധിയായി നിൽക്കുന്ന ഒരു വാർഡ്ക്ക് MLA ഫണ്ട് 10 ലക്ഷം ഒരു പ്രാവശ്യം കൊടുന്നു, 25 ലക്ഷം ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊരു 10 ലക്ഷം കൂടി ഉണ്ട്. ഇതൊക്കെ ഞാൻ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന വാർഡിക്ക് എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതാണ്. അതുപോലെ പല പ്രവർത്തനങ്ങളും നമ്മളെ വാർഡിലേക്ക് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു കുട്ടീൻ്റെ ചികിത്സാ ധനസഹായത്തിന് ഞാൻ അവരെ കൂടെ നിന്ന് സഹായിച്ചിട്ടുണ്ട്. അത്രയും ഞാൻ എൻ്റെ വാർഡിൽ ഇന്നേ വരെ ഒരാളായിട്ടും ഇപ്പോഴും എനിക്ക് സഹാക്കന്മാരെ ഇഷ്ടമാണ്, സഹാക്കന്മാരോട് നല്ല ഇഷ്ടത്തിൽ പോകണമെന്നുണ്ട്. പക്ഷേ ഈ ഒരു കാരണത്താലാണ് എനിക്ക് രാജിവെക്കേണ്ടി വന്നത്. അപ്പോൾ അത് ഞാൻ ഇതിലൊന്ന് അറിയിക്കുകയാണ്. അതേപോലെ തന്നെ എൻ്റെ വലിയൊന്ന് ബ്രാഞ്ചിൽ നിന്നും എൻ്റെ മോളെ പെൻഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി പിന്നെ ഒരുപാട് ഒഴിവാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ശ്രമിച്ചതാണ്. പിന്നെ സൊസൈറ്റി ബാങ്കിൻ്റെ പ്രസിഡന്റ് എന്ന സ്ഥാനം വെച്ചിട്ടാണ് മൂപ്പരെ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്, അങ്ങനെ ഒഴിവാക്കിയത്. പിന്നെ ഞാൻ രാജിക്കത്ത് ഇന്ന് ബ്രാഞ്ച് സെക്രട്ടറിക്ക് വൈകുന്നേരം ഞാൻ കൈമാറും. ഞാൻ അത് ന്യൂസിൽ അറിയിച്ചിട്ടുള്ളൂ രാജിവെച്ചതായിട്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഞാൻ രാജിക്കത്ത് എൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിക്ക് ഞാൻ കൈമാറുന്നതാണ്.